أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. صدق الله العظيم. സൂറത്തുൽ മുഅ്മിനൂൻ 101, 2, 3, 4 ആയത്തുകൾ. ഫഇദാ നുഫിഖ ഫിസ്സൂരി, എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ, ഇദാ നുഫിഖ ഊതപ്പെട്ടാൽ, ഫിസ്സൂർ ആ കാഹളത്തിൽ, ഫലാ അൻസാബ അപ്പോൾ കുടുംബബന്ധങ്ങളില്ല. നസബ് കുടുംബബന്ധം, അതിൻ്റെ ബഹുവചനമാണ് അൻസാബ്. ബൈനഹും അവർക്കിടയിൽ, യൗമഇദിൻ അന്ന്, വലാ യതസാഅലൂൻ അവർ പരസ്പരം ചോദിക്കുകയില്ല, അഥവാ അവർ പരസ്പരം അന്വേഷിക്കുകയില്ല. ഫമൻ സഖുലത് അപ്പോൾ ആര്, സഖുലത് ഘനമുള്ളതായി, മവാസീനുഹു അവൻ്റെ ത്രാസുകൾ അല്ലെങ്കിൽ അവൻ്റെ ത്രാസിൻ്റെ തട്ടുകൾ, ഫഉലായിക അപ്പോൾ അവർ, അവരാണ് അൽ മുഫ്ലിഹൂൻ യഥാർത്ഥ വിജയികൾ. അൽ മുഫ്ലിഹൂൻ വിജയികൾ, അൽ മുഫ്ലിഹൂൻ. വമൻ ആര്, ഖഫത്ത് കനം കുറഞ്ഞു അല്ലെങ്കിൽ നേരിയതായി, ഖഫീഫ് നേരിയത്, മവാസീനുഹു അവൻ്റെ ത്രാസിൻ്റെ തട്ടുകൾ, അവൻ്റെ തൂക്കങ്ങൾ അല്ലെങ്കിൽ തൂക്കുന്ന വസ്തുക്കൾ എന്നൊക്കെയാണ്, അതാണ് ത്രാസിൻ്റെ തട്ടുകൾ എന്ന് പരിഭാഷപ്പെടുത്തുന്നത്. ഫഉലായിക അപ്പോൾ അക്കൂട്ടർ, അല്ലദീന ഖസിറൂ നഷ്ടപ്പെടുത്തിയവരാണ് അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയവരാണ്, അംഫുസഹും സ്വന്തങ്ങളെ, വഹും ഫീ ജഹന്നമ നരകത്തിൽ, ഖാലിദൂൻ സ്ഥിരവാസികൾ ആകുന്നു. തൽഫഹു വുജൂഹഹും, തൽഫഹു ഈ വാക്കിൻ്റെ അർത്ഥം നക്കിത്തുടക്കുക എന്നാണ്. തീ നക്കിത്തുടക്കുക എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നർത്ഥം. വുജൂഹഹും അവരുടെ മുഖങ്ങളെ, അന്നാറു തീ, വഹും അവർ ഫീഹ അതിൽ, കാലിഹൂൻ പല്ലിളിച്ചവരാകുന്നു. ഖിയാമത്ത് ആസന്നമായി മരണത്തിലേക്ക് പോകുമ്പോൾ, മരണം അവരെ പിടികൂടുന്ന സമയത്ത് നിഷേധികൾ നിലവിളിക്കുന്നതാണല്ലോ മുകളിൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെ നിലവിളിച്ചിട്ടൊന്നും കാര്യമുണ്ടാകുകയില്ല. അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ശിക്ഷ അദാബുൻ അലീം നേരിട്ട് കാണുമ്പോഴാണ് അവർക്ക് ബോധം വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബോധം വന്ന് നിലവിളിച്ചു, പക്ഷേ വീണ്ടും സൂറിൽ ഊതപ്പെട്ടു. അഥവാ ലോകാവസാനിക്കുന്ന സമയത്ത് ഹദീസിൽ വന്നതനുസരിച്ച് 3 ഊത്തുണ്ട്. അതിലൊന്ന് എല്ലാവരും പരിഭ്രമിക്കുന്ന, ലോകാവസാനം ഇതാ വരുന്നു എന്ന് പരിഭ്രമിക്കുന്ന ഊത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തേത് എല്ലാവരും മരിച്ചു വീഴുന്ന ഊത്ത്. മൂന്നാമത്തെ ഊത്ത് എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഊത്ത്. ഇതിൻ്റെ ഇടയിലൊക്കെ എത്ര കാലമുണ്ട് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെ മരണം നേരിൽ കാണുമ്പോൾ തിരിച്ചയക്കാനൊക്കെ ഒറ്റക്ക് മരിക്കുന്ന ആളുകളും
ഖിയാമത്ത് ഒന്നിച്ച് മരിക്കുന്ന ആളുകളും. രണ്ടു കൂട്ടരും വെപ്രാളം കാട്ടും. മരണം ഓരോരുത്തരുടെയും ഖിയാമത്ത്. ഫമൻ മാത്ത ഫഖദ ഖാമത്ത് ഖിയാമത്തുഹു. ആര് മരണപ്പെട്ടുവോ അവൻ്റെ ഖിയാമത്ത് നിലവിൽ വന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെ വ്യക്തിയുടെ ഖിയാമത്ത് ലോകത്തിൻ്റെ ഖിയാമത്ത് സംഭവിച്ച് മരണം മുന്നിൽ കാണുമ്പോൾ അവർ നിലയും വിളിയൊക്കെ കൂട്ടും. പക്ഷേ കാര്യമൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ അവരെ പിന്നെ ഉള്ള ലോകം യൗമുൽ ബാഴ്സ് വരെ എന്നാണല്ലോ. ബർസഖുൻ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് ദിവസം വരെ അവരെ ആലമുൽ ബർസഖിലാണ്. കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ടുള്ള ഊത്താണ് മൂന്നാമത്തെ ഊത്ത്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഊത്താണ് പിന്നെ ഇവിടെ പറയുന്നത്. ഫൈദാ നുഫിഖ ഫിസ്സൂർ. അങ്ങനെ യൗമുൽ ബാഴ്സിൻ്റെ അന്ന് കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും. അന്നവർക്കിടയിൽ യാതൊരു കുടുംബ ബന്ധവുമില്ല. എല്ലാവരും സ്വന്തം നഫ്സ്, സ്വന്തം കാര്യം. പല ശൈലിയിലും പല സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. അന്ന് മനുഷ്യർ ഓടും സഹോദരനിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, പിതാവിൽ നിന്ന്, അതുപോലെ ഇണയിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്. എല്ലാവർക്കുമുണ്ട് അവർക്ക് സ്വന്തമായി നോക്കാൻ മാത്രം കാര്യങ്ങൾ. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. സ്വന്തക്കാരെ എല്ലാവരെയും ഫിദിയ കൊടുത്തിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കും എന്ന് വരെ പറഞ്ഞതുണ്ട്. പിന്നെ വലാ യതസഅലൂൻ. അന്ന് അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ്. അവർ ബന്ധുക്കളല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഒരാൾക്കും മറ്റൊരാളെ മൈൻഡ് ചെയ്യാൻ പറ്റാത്ത അത്ര വിധമുള്ള കാര്യങ്ങളുണ്ട്. അന്ന് അവനെവിടെ ഇവനെവിടെ എന്ന് പരസ്പരം ചോദിക്കുക പോലുമില്ല. അതാണ് യൗമഇദിൻ പിന്നെ വലാ യതസഅലൂൻ. അവർ പരസ്പരം ചോദിക്കുകയില്ല എന്ന് പറഞ്ഞത്. വലാ യസ്അലു ഹമീമുൻ ഹമീമ. സൂറത്തുൽ മആരിജിൽ ഒരു പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവനെ ആത്മമിത്രത്തെ അന്വേഷിക്കുകയില്ല. അവനൊക്കെ സ്വന്തം കാര്യം നോക്കി ഓടിപ്പോയിട്ടുണ്ടാകും. അത്രയും ബേജാറിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നർത്ഥം. പിന്നെ എന്താണ് അന്നത്തെ സ്ഥിതി? അത് ത്രാസ് സ്ഥാപിക്കപ്പെടുകയാണ്. വവല അൽ മീസാൻ എന്ന് പറഞ്ഞതുപോലെ. വജീഅ യൗമഇദിൻ ബി ജഹന്നം. നരകം കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് ത്രാസ് സ്ഥാപിക്കപ്പെട്ടു. എന്നിട്ട് മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഓരോന്നും തൂക്കി നോക്കുകയാണ്. എന്നിട്ട് നന്മ ഒരു തട്ടിലും, നന്മയുടെ തട്ട് നന്മയ്ക്കേ അവിടെ തൂക്കമുള്ളൂ. അൽ വസ്നു യൗമഇദിനിൽ ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സൂറത്തിൽ തന്നെ. സത്യത്തിനേ തൂക്കമുള്ളൂ. അപ്പോൾ തൂക്കമുള്ളത് വെക്കുന്ന നന്മയുടെ തട്ടുകൾ, തട്ടൊന്നല്ല ഒന്നിലധികം ഉണ്ടാകും. അതുകൊണ്ടാണ് മവാസീൻ എന്ന് പറഞ്ഞത്. അത് തിന്മയുടെ തട്ടിനെ അപേക്ഷിച്ച് ഭാരം കൂടുതലാണെങ്കിൽ ചെറുദോഷങ്ങളും അബദ്ധങ്ങളും ഒക്കെ അല്ലാഹു തആല വിട്ടുകൊടുക്കും. അങ്ങനെ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയികൾ. സൂറത്തുൽ ഖാരിയയിൽ വഹുവ ഫീ ഐശത്തിർ റാളിയ. അവൻ സംതൃപ്തമായ ജീവിതത്തിലാണ് എന്ന് പറഞ്ഞത്. വമൻ ഖഫത്ത് മവാസീനുഹു. ആരുടെ തൂക്കമുള്ള നന്മയുടെ തട്ടുകൾ വെക്കുന്ന നന്മ വെക്കുന്ന തട്ടുകൾ കനം കുറഞ്ഞുവോ, ഫൗലായിക്കല്ലദീന ഖസിറു അൻഫുസഹും. അവർ സ്വന്തത്തെ നരകത്തിൽ പരാജയപ്പെടുത്തുന്നവരാണ്, അല്ലെങ്കിൽ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവരാണ്. അവർ സംരക്ഷിക്കേണ്ടതായിരുന്നു അവരുടെ താല്പര്യം, അവരുടെ ആവശ്യമൊക്കെ. പക്ഷേ അത് അവർ സ്വയം കളഞ്ഞു കുളിച്ചു എന്നർത്ഥം. ഫീ ജഹന്നമ ഖാലിദൂൻ. അങ്ങനെ അവരാണ് സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവർ, നരകത്തിൽ സ്ഥിരവാസികൾ. എന്നും നരകത്തിലാണ്. നരകത്തിലെ ഏറ്റവും വലിയ അദാബ് സ്ഥിരം അതിലുണ്ടാകുക എന്നതാണ്. പിന്നെ അവരുടെ അവസ്ഥ പറയാണ്. തൽഫഹു വുജൂഹഹുമുന്നാർ. അവരുടെ മുഖങ്ങൾ തീ നക്കിത്തുടയ്ക്കും. അഥവാ തീയങ്ങ് വേവിച്ചുകൊണ്ടിരിക്കും, തീനാളങ്ങൾ. എന്നിട്ടോ
വഹും ഫീഹ കാലിഹൂൻ, അവർ അതിൽ പല്ലിളിച്ചവരായിരിക്കും. പല്ലിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഇളിച്ചു കാട്ടുക, പരിഹസിക്കാൻ വേണ്ടി, അതല്ല. ഈ ആടിൻ്റെ തല അറബികൾ തീയിലിട്ട് ചുടും. എന്നിട്ട് അതിൻ്റെ ചുണ്ട് നേർത്തതും സോഫ്റ്റ് ആണല്ലോ, അത് ഈ ചുടുന്ന തീയിലങ്ങ് കത്തിപ്പോകും. എന്നിട്ട് അതിൻ്റെ പല്ലിങ്ങനെ വേർതിരിഞ്ഞ് കാണും. അതൊരു ഭീകര സീനായിരിക്കും. അത് കണ്ടാൽ പേടിയാകുന്നൊരു കോലമായിരിക്കും. ചുണ്ടുകളൊക്കെ കത്തിപ്പോയിട്ട് പല്ല് മാത്രം പുറത്ത് കാണുന്ന ഒരു കോലം. എന്നതുപോലെ ഉണ്ടാകും ഈ മനുഷ്യർ നരകത്തിൽ. അവരുടെ മുഖത്ത് തീയാളിയിട്ട് കരിഞ്ഞു പോയിട്ട്, ചുണ്ടുകൾ കരിഞ്ഞു പോയിട്ട്, പല്ലുകൾ മാത്രം പുറത്തു കാണുന്ന ഈ പ്രേതക്കോലങ്ങളൊക്കെ വരക്കാറുണ്ടല്ലോ, എന്നതുപോലുള്ള ഒരു ഭീകര കാഴ്ചയായിരിക്കും അവർക്ക് നരകത്തിലുണ്ടാകുക. ഇവിടെ അവർ വലിയ സുന്ദരന്മാരായിരുന്നു, പക്ഷേ അവിടെ ഇതായിരിക്കും കോലം എന്ന് അള്ളാഹു തആല താക്കീത് ചെയ്യുകയാണ്. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നില്ലേ എന്നാണ് അവിടുന്ന് ചോദിക്കുക. അതാണ് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.